പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാൻ നവമൊരു പീഠമൊരുക്കിടാൻ. അനുരഞ്ജിതരായി തീർന്നിടാൻ നവമൊരു പീഠമൊരുക്കിടാൻ. ഗുരുവിൻ സ്നേഹമൊടിയാക്കും തിരുമുൻപാകെ അണച്ചിടാൻ. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാൻ. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപികളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ രക്ഷാപദ്ധതിയിൽ പങ്കുചേരാൻ ഞങ്ങളെ വിളിച്ച അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഈ സഹ്യോൻ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദാഹജലത്തിനു കേണിടും വിണ്ടുവരണ്ട നീലം പോലെ നിന്നെ പാർത്തു വസിക്കുന്നേ.
നീതിയൊഴുങ്ങോരീ പൂവിൽ കർത്താവിൻ തിരുഭവനത്തിൽ അങ്കണമധ്യേലെ ബലോനിൽ തുല്യം പുഷ്പിക്കും. നീതിയെഴുന്നോർ കർത്താവിൽ ആനന്ദിച്ചിടുമെന്നാളും ആശ്രയമങ്ങിലണച്ചിടും നിർമ്മലരെന്നും സ്തുതി പാടും. പ്രീതി വരിച്ചിടാൻ അർഹതയുള്ളോർ ഭാഗ്യധനൻ തിരുഭവനത്തിൽ പാർക്കാനായി അവനെ നയിച്ചിടും. അവനെന്നും നിൻ ഭവനത്തിൻ നന്മയിലും പരിശുദ്ധിയിലും ഭയവും ഭക്തിയുമുളവാക്കും. നിന്നീതിയിലും സംപ്രീതൻ. അതുപോൽ ആത്മജനം റൂഹായ്ക്കും സ്തുതി എന്നേക്കും ആദി മുതൽ എന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഗണത്തിന്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. നയിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഗോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ രക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നൂത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ.
സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഗോന്നതമാ ഉദ്ധാരം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവെ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനം സർവേശ, പരിപാവനം ബലവാനേ, പരിപാവനം അമർത്തിനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദി മുതൽ എന്നേക്കും ആമേൻ. പരിപാവനം സർവേശ, പരിപാവനം ബലവാനേ, പരിപാവനം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. ഏലിയ നമ്മെപ്പോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കാൻ അവൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. ഫലമോ
3 വർഷവും 6 മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല. വീണ്ടും അവൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസികളെ കേട്ടിൻ, സൗഖ്യവും ഉയരും പകരും മൊഴികൾ ഓതാം. ദൈവകുമാരൻ നരനായി നമ്മെ പൂജിതരാക്കി. ഈ മൊഴി നിങ്ങൾ ഭാഗ്യം നിറയും വലിയൊരു നിധി ഭൂവിൽ. ഈ സഗ്രന്ഥം ജീവൻ നൽകും ഔഷധമല്ലോ. ജീവൻ നൽകാൻ പോരും ജീവൻ വചനം കേൾക്കിലൊളിക്കും സാത്താൻ. പാതകളേതും ഭീതിയോടുടനെ ഒഴിവായിടും. സ്വർഗം പോകാൻ പോരും വാതിലിതല്ലോ വഴിയുമിതല്ലോ നിത്യം. ഈ വഴി പോയാൽ അപകടമന്യേ രാജ്യം നേടാം. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒരു ദിവസം ഈശോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദയായിൽ നിന്നും ജെറൂസലമിൽ നിന്നും വന്ന ഫരിസയരും അധ്യാപകന്മാരും അവിടെ ഇരുന്നിരുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തുകൊണ്ടുവന്നു. അവർ അവനെ അകത്ത് കൊണ്ടുവന്ന് ഈശോയുടെ മുമ്പിൽ കിടത്താൻ ശ്രമിച്ചു. ജനക്കൂട്ടം നിമിത്തം ഒരു വഴിയും കാണാഞ്ഞ് അവർ പുരമുകളിൽ കയറി മേച്ചിലിളക്കി കിടക്കയോടെ അവനെ അവരുടെ മധ്യേ ഈശോയുടെ സമക്ഷം വെച്ചു. അവരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരും ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? ദൈവത്തിന് മാത്രമല്ലാതെ. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി ഈശോ അവരോട് മറുപടി പറഞ്ഞു, എന്താണ് നിങ്ങൾ ഹൃദയത്തിൽ സംവദിക്കുന്നത്? ഏതാണ് കൂടുതൽ എളുപ്പം, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക. ഉടനെ അവരുടെ മുമ്പാകെ അവൻ എഴുന്നേറ്റ് താൻ കിടന്നിരുന്ന ആ കിടക്കയെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ ഭയപൂരിതരായി പറഞ്ഞു, ഇന്ന് നാം വിചിത്രമായവ കണ്ടിരിക്കുന്നു.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശ്വമിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളോടൊപ്പം ഞാൻ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇപ്രകാരമൊരു ബലി ഈ ദേവാലയത്തിൽ അർപ്പിക്കണമെന്ന് ഉള്ളിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, വർഷങ്ങളായിട്ട് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച ദൈവത്തിൻ്റെ കൃപയാൽ ഇത്ര മനോഹരമായ ഒരു ദൈവാലയം ഇവിടെ പടുത്തുയർത്തപ്പെട്ടു. ഇതിനു മുമ്പുണ്ടായിരുന്ന ദേവാലയത്തിലും ഞാൻ വന്നിട്ടുണ്ട്. സൺഡേ സ്കൂൾ ഡയറക്ടറായിരുന്ന കാലത്ത് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അന്നത്തെ പള്ളി ചെറുതായിരുന്നെങ്കിലും നല്ലതായിരുന്നു. പക്ഷേ അതിൻ്റെ മധുബഹായിരിക്കുന്ന ഭാഗം കീഴോട്ട് താന്നുകൊണ്ടിരുന്നു. അത് ഞാൻ പലപ്പോഴും ഇവിടെയുള്ള അധ്യാപകരോട് കൈക്കാരന്മാരോടൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇതിങ്ങനെ പോയാൽ എങ്ങനെയാണ് പിതാവേ, സാമ്പത്തികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് പതുക്കെ ചെയ്യാം എന്നുള്ള മട്ടിലിരുന്നു. ഏതായാലും ദൈവം നിശ്ചയിച്ച സമയം സമാഗതമായി. നിങ്ങളുടെ പരിശ്രമം നമ്മുടെ പ്രിയങ്കരനും ബഹുമാനപ്പെട്ട ജോഷി പുത്തമ്പരയിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ നിങ്ങളത് സാധിച്ചു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം സഹജമായ വൈഭവത്തോടെയും വിനയത്തോടെയും സൗമ്യതയോടെയും പണം സമാഹരിക്കുവാനുള്ള മാർഗങ്ങൾ ആരെയും ക്ലേശിപ്പിക്കാതെ സാധിച്ച് ഇത് പണിതു. ഈ ദേവാലയം പണിത കാലത്ത് ഈ അതിരൂപത മുഴുവനിലും കുറച്ചൊക്കെ അതിനപ്പുറവും ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണം ഒരു സംസാര വിഷയമായിരുന്നു. അത്രമാത്രം നിങ്ങളുടെ ക്ലേശങ്ങളെക്കുറിച്ച് ആളുകൾ പ്രകീർത്തിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജോഷി അച്ഛൻ്റെ നേതൃത്വത്തെക്കുറിച്ച്. ജോഷി അച്ഛനെ എനിക്ക് വളരെ കാലം മുമ്പേ അറിയാം. സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ അന്നുണ്ടായിരുന്ന നിഷ്കളങ്കതയും അന്നുണ്ടായിരുന്ന പൗരോഹിത്യ വിളിയെക്കുറിച്ചുള്ള ബോധ്യങ്ങളും തീക്ഷ്ണതയും എല്ലാം അദ്ദേഹം ഇതുവരെയും കാത്തു സൂക്ഷിക്കുന്നു. ഇനിയും കാത്തു സൂക്ഷിക്കുമെന്നുള്ളതിൻ്റെ നാന്ദിയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അച്ഛനെയും നിങ്ങളെല്ലാവരെയും വാസ്തവത്തിൽ ഞാൻ ഹൃദയപൂർവ്വം സന്തോഷത്തോടെ അഭിനന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഈ അവസാന ആഴ്ചകളിൽ നിങ്ങൾ വളരെ ഏറെ ദ്രുതഗതിയിലാണ് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണം സാധിച്ചത്. അവിടെയെല്ലാം നിങ്ങളുടെ വിശ്വാസം ദൈവം കണ്ടു, ഫലം നൽകി. ഇപ്പോൾ ആദ്യത്തെ തിരുനാൾ പുതിയ ദേവാലയത്തിൽ നടക്കുകയാണ്. ദേവാലയ നിർമ്മാണം നടക്കുന്നുണ്ടെന്നും ആദ്യത്തെ തിരുനാൾ പുതിയ ദേവാലയത്തിൽ നടത്താൻ സാധിക്കുമെന്നുമൊക്കെ മുൻകൂറായി കണ്ട പ്രതിസന്ധിമാരാണ് ഈ തിരുനാളേറ്റ് ഇപ്പോൾ നടത്തുന്നത്. അവരെ സംബന്ധിച്ചും ഇത് വലിയ സാഫല്യമാണ്, ആത്മീയമായ ഒരു സാഫല്യം. അവരെ ചിന്തിപ്പിച്ചതും തിരുനാളിൻ്റെ പ്രതിസന്ധിമാരാകാൻ അവരെ പ്രചോദിപ്പിച്ചതുമെല്ലാം ബഹുമാനപ്പെട്ട ബിജു കറുകയിലച്ഛനാണ്. ഈ ബിജു കറുകയിലച്ഛനും ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ക്ലാസ്സിലിരുന്നിട്ടുള്ള ആളാണ്. അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ സഭയെക്കുറിച്ചും സഭയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതീവ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ഒരു വൈദികനാണ്, പണ്ഡിതനാണ്, ദൈവശാസ്ത്രപരമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന വ്യക്തിയാണ്. അപ്രകാരമുള്ള ലേഖനങ്ങളും മറ്റും പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്.
അയർലൻഡിലാണ് ഇപ്പോഴത്തെ ശുശ്രൂഷ. അവിടെയുള്ള നമ്മുടെ ജനങ്ങൾക്കും വെള്ളക്കാരായിട്ടുള്ള ലത്തീൻ കത്തോലിക്കർക്കുമെല്ലാം ഒരുപോലെ ഒരു കണ്ണിലുണ്ണിയാണ് ബഹുമാനപ്പെട്ട ബിജു ഗർഗയിൽ അച്ഛൻ. അതുകൊണ്ട് കുറേ നാൾ കൂടിയെങ്കിലും അവിടെ ആയിരിക്കാം ശുശ്രൂഷയെന്ന് ഞാൻ ഊഹിക്കുകയാണ്. ഏതായാലും അച്ഛൻ്റെ കുടുംബത്തിൽ നിന്നുള്ള സഹോദരിയുടെ മക്കളായിട്ടുള്ള 2 പേര്, അവർ യൗവനത്തിലാണ്, വിദേശത്താണ് അവരുടെയും ജോലി. അവർ ഈ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുകയാണ്. എല്ലാ വിധത്തിലും ഈ ഇടവകയ്ക്ക് സന്തോഷിക്കാവുന്ന ഒരു സന്ദർഭം. ഈ മങ്കമ്പ് തെക്കേക്കര ഇടവക ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുള്ള ഇടവകയാണ്. ഇവിടെ നിന്ന് എല്ലാ വർഷവും തന്നെ എന്ന് പറയാൻ കഴിയും വൈദികരുടെ അഭിഷേകമുണ്ടായിരുന്നു. ചിലർക്ക് ഇപ്പോൾ ഇവിടെ സന്നിഹിതരാണ്. പ്രിയമുള്ളവരെ, ഒരു വൈദികൻ പരിശീലനം സ്വീകരിച്ച് പൗരോഹിത്യം സ്വീകരിച്ച് സഭയുടെ ശുശ്രൂഷയിലാകുക എന്നുള്ളത് ഒരു വലിയ പ്രക്രിയയാണ്. ദൈവവിളി ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷേ ആ ദാനം സഫലമാകുന്നത് ഒരു കുടുംബത്തിലൂടെ, ഒരു രൂപതയിലൂടെ, ഒരു അധ്യാപകരുടെ ശുശ്രൂഷയിലൂടെ, സെമിനാരി പരിശീലനത്തിലൂടെ ഒക്കെയാണ്. ഇവിടെയെല്ലാം നമ്മുടെ അതിരൂപത മുൻപന്തിയിലാണ്. വൈദികരുടെ ദൈവവിളികളുടെ പ്രോത്സാഹനത്തിൽ, വൈദിക പരിശീലനത്തോടെ പറ്റിയുള്ള ശ്രദ്ധയിൽ, വൈദികർക്ക് രൂപതയിലെ ഇടവകകളിലും സ്ഥാപനങ്ങളിലുമുള്ള ശുശ്രൂഷകളെക്കുറിച്ചൊക്കെ പാരമ്പര്യമായിട്ട് വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന പിതാക്കന്മാരാണ് ഈ രൂപതയിൽ ഉണ്ടായിട്ടുള്ളത്, ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഇവിടുന്ന് ദൈവവിളികൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടു. ബിജു ഗർഗേലച്ചനെ പോലെയുള്ള മറ്റു വൈദികരും ഇവിടെ നിന്നുണ്ടെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ജോമൻ 40-ാം കളം നമ്മുടെ സഭയിലെ ഒരു ബൈബിൾ പണ്ഡിതനാണ്. വളരെ ചുരുക്കമായിട്ടാണ് ബൈബിൾ മാത്രമായിട്ട് 7-8 കൊല്ലം പഠിച്ച് ഹീബ്രു ഗ്രീക്ക് ഭാഷകളിൽ അവഗാഹം നേടി ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കുക എന്നുള്ളത്. ഇത്ര ദീർഘകാലം പഠിക്കണമെന്നുള്ളത് കൊണ്ടും ഭാഷകളിൽ പരിജ്ഞാനം വേണമെന്നുള്ളത് കൊണ്ടും പല വൈദികരും അപ്രകാരമുള്ള ഒരു ഡോക്ടറേറ്റ് പഠനത്തിലേക്ക് പോവുകയില്ല. ബൈബിൾ ദൈവശാസ്ത്രത്തിലേക്ക് പോയി പഠിച്ചാണ് വരിക. ഞാനും അങ്ങനെ വന്നയാളാണ്. അപ്പോഴങ്ങനെയുള്ള ജോമാൻ 40-ാം കളവച്ചൻ വൈദികരെ പോലെ തന്നെ സിസ്റ്റേഴ്സും വളരെയേറെ ഉള്ള ഒരിടവകയാണ്. ബിജു ഗർഗേലച്ചൻ്റെ തന്നെ സ്വന്തം സഹോദരി ഒരു ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സിസ്റ്ററാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിന്നിരുന്നു. അതുകൊണ്ട് ഈ മങ്കമ്പ് തെക്കേക്കര ഇടവകയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനബോധം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ഇടവക്കാരനൊന്നുമല്ല, പക്ഷേ എന്ന് വരികിലും നമ്മുടെ അതിരൂപതയിൽ ഇതുപോലൊരു ഇടവകയുണ്ടല്ലോ, ഇവിടെ ദൈവവിളികളുണ്ടല്ലോ എന്നല്ല. കല്ലുപുരയ്ക്കലെ ജോൺ സാറ് വളരെയേറെ അതിരൂപതയിൽ ശ്രദ്ധ ആകർഷിച്ച ഇവിടെ നിന്നുള്ള ഒരു അൽമായ പ്രേക്ഷിതനാണ്. കുടുംബ പ്രേക്ഷിതത്വത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു സാറാണ്. സാർ ഇപ്പോഴും ഇങ്ങനെ ഈ ദർശന സമൂഹത്തിലെ അംഗമായി ആ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് വടി കുത്തിപ്പിടിച്ചാണെങ്കിലും വന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. അപ്പോൾ അങ്ങനെയുള്ള അൽമായ പ്രേക്ഷിതരും ഇവിടെ ധാരാളമുണ്ട്. ഞങ്ങളുടെ ഇടവയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ എല്ലാം വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നല്ല നേതൃത്വം നൽകാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജോഷിയച്ഛനെ ലഭിച്ചു എന്നുള്ളതും നിങ്ങൾ സന്തോഷിക്കുന്ന വസ്തുതയാണ്. ഈ ദേവാലയ നിർമ്മാണം കൊണ്ട് ഇടവക്കാർക്ക് കടമൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല മിച്ചവും ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. കരക്കമ്പിയാണ്, പൂർണ്ണമായിട്ട് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അതും അറിയപ്പെടുന്ന ഒരു വസ്തുതയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളുടെ വിശ്വാസ പരിശീലനത്തിൽ പണ്ട് മുതൽ വളരെയേറെ ശ്രദ്ധയുള്ള ഇടവകയാണ് മങ്കമ്പ് തെക്കേക്കര. അത് ഇപ്പോഴും ഉണ്ട്. ഇത്രയും കുട്ടികൾ ഇവിടെ ഇരിക്കുന്നു. ദൈവത്തിനെ സ്തുതി. ഇപ്പോൾ പല ഇടവകളിലും ചെന്നാൽ കുട്ടികളെ കാണാൻ കിട്ടുന്നില്ല. കാരണം അവരെ വളരെ ഉന്നതമായിട്ടുള്ള സ്കൂളുകളിൽ അവിടെയും ഇവിടെയും ഒക്കെ വിട്ട് പരിശീലിപ്പിക്കുകയാണ്. അവിടെ ബോർഡിങ്ങുകളിലാണ്, ഇടവകളിൽ കുട്ടികളില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥിതിയിൽ നിന്ന് മാറി ഇവിടെ കുട്ടികളുണ്ട്. തിരുനാളായതുകൊണ്ടായിരിക്കും ഇത്രയും പേര് വന്നത്. ഏതായാലും കുട്ടികളുടെ വിശ്വാസ പരിശീലനം നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ട ഒരു വിഷയമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം.
ഇന്ന് തിരുവചനം സുവിശേഷത്തിലായാലും ലേഖനത്തിലായാലും നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം കൊണ്ട് എല്ലാം നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. സൃഷ്ടിയാലെയും രക്ഷയാലെയും ദൈവത്തിലായിരിക്കുന്നവരാണ് നമ്മൾ. പൗലോസ് ശ്ലീഹ അരയോപാഗസിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വിജാതിയരായ ആളുകളോട് പറയുകയാണ്, നിങ്ങളുടെ കവികൾ പറയുന്നത് പോലെ നാം ദൈവത്തിലായിരിക്കുന്നു, ചരിക്കുന്നു, ജീവിക്കുന്നു. ദൈവത്തിലായിരിക്കാത്ത ഒരവസ്ഥ ആർക്കുമില്ല. പ്രപഞ്ചം മുഴുവൻ ഒരർത്ഥത്തിൽ ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം മുഴുവനും ദൈവത്തിലാണ്. പക്ഷേ അതിലുപരിയായി ഈ പ്രപഞ്ചത്തിന് നേതൃത്വം കൊടുക്കാനായിട്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിലാണ്. ആ മനുഷ്യന് ദൈവം തൻ്റെ ജീവിതം തന്നെയാണ് ഒരു പാഠശാല പോലെ കൊടുത്തിരിക്കുന്നത്. എന്താണ് ആ ജീവിതം? അധ്വാനിക്കുക, ക്ലേശിക്കുക, വിശ്രമിക്കുക, ദൈവത്തെ സ്തുതിക്കുക. ഇതാണ് സൃഷ്ടിയിൽ മനുഷ്യൻ പ്രപഞ്ചം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു, വാനവിധാനം അവൻ്റെ മഹിമകൾ അറിയിക്കുന്നു. ഇത് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് നമ്മൾ ഈ ദേവാലയത്തിൽ ചെയ്യുന്നത്? വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്. പക്ഷേ വിശുദ്ധ കുർബാന അർപ്പണം എന്ന് പറയുന്നത് സൃഷ്ടികളായ നമ്മൾ കർത്താവായി ശംശിഹായിലൂടെ സ്വീകരിച്ച രക്ഷയുടേതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മഹത്വം അറിയിക്കുന്ന ശുശ്രൂഷയാണ്. ഈശോയോടൊപ്പം ഈ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഈ ലോകത്തിൽ അനുവർത്തിക്കപ്പെടാൻ ഇടയാക്കുകയാണ്. നമ്മിലും നമ്മുടെ ഇടവകയിലും സമൂഹത്തിലും സഭയിലും. പ്രിയമുള്ളവരെ, ഇത് അടിസ്ഥാനപരമായ ഒരു ദർശനമാണ്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലും രക്ഷാകരകർമ്മത്തിലും പവിത്രീകരണ കർമ്മത്തിലുമുള്ള നമ്മുടെ ആഴമായ ബോധ്യവും അതനുസരിച്ചുള്ള ജീവിതശൈലിയുമാണ്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു സമയത്ത് നമുക്കുണ്ടായിരിക്കുന്നതും പിന്നീട് നമ്മൾ കളഞ്ഞു കുളിക്കുന്നതുമായിട്ടുള്ള ഒരു മനോഭാവമല്ല. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാവസ്ഥ തന്നെയാണ്. നമ്മളെല്ലാം വിശ്വാസികളെന്നാണ് വിളിക്കപ്പെടുന്നത്. നമ്മളെല്ലാം വിശ്വാസികളെന്നാണ് വിളിക്കപ്പെടുന്നത്. ഇദ്ദേഹം നമ്മുടെ ഈ ബിജു കറുകയിലച്ചൻ പഠിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്രിസ്തി ഫിദേലസ് ലായിച്ചി എന്ന് പറഞ്ഞ ആത്മായ ശുശ്രൂഷകളെക്കുറിച്ചുള്ള ഒരു വലിയ ചാക്രിക ലേഖനം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന സെൻസൂസ് ഫിദേലിയും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പഠന വിഷയം. വിശ്വാസികളുടെ വിശ്വാസ അവബോധം. വിശ്വാസികളുടെ ഈ വിശ്വാസ അവബോധമാണ് സഭയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ സഭയില്ല. ഒരു മനുഷ്യ സമൂഹം മാത്രം ഉണ്ടാകും. അത് ജന്തുക്കളെ പോലെ ജീവിച്ച് മരിച്ച് അടങ്ങുന്ന ഒരു സമൂഹമായിരിക്കും. അതല്ല, നമ്മൾ ബോധപൂർവം ദൈവത്തിൽ വിശ്വസിച്ച് ഹൃദയപൂർവ്വം ദൈവത്തെ സ്നേഹിച്ച് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കഴിവുകളാൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് വിധേയമാക്കി പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്. അതാണ് സഭ, ക്രിസ്തി ഫിദേലിസ് ലായിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സഭാ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ രൂപവും ഭാവവും വിശ്വാസമാണ്. നമ്മെ വിശ്വാസികളാക്കുന്നത്, ക്രൈസ്തവരാക്കുന്നത്, കത്തോലിക്കരാക്കുന്നത്, സഭയുടെ കൂട്ടായ്മയിൽ ഒരുമിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമുള്ളവർക്കേ പള്ളി വരാൻ അവകാശമുള്ളൂ. ഞാൻ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിപ്പോകണമെന്നല്ല. പിന്നെയോ നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നിൽ കാണണം. ഇന്നിപ്പോൾ സുവിശേഷത്തിലെ ആ സംഭവം ഒന്ന് ഓർത്തു നോക്കുക. ഒരു തളർവാദ രോഗിയെ ആളുകൾ കൊണ്ടുവരുവാണ് കർത്താവിൽ നിന്ന് സുഖം പ്രാപിപ്പിക്കാനായിട്ട്. വന്നിട്ട് ആൾക്കൂട്ടം കൊണ്ട് വീട് മുതൽ നിറഞ്ഞിരിക്കുകയാണ്. ഈശോയുടെ മുമ്പിൽ അവനെ കൊണ്ടുവരാൻ ഒരു മാർഗവുമില്ല. തിരുനാളിൻ്റെ ജനക്കൂട്ടം പോലെ ആളാണ്. ഞാൻ ഈയിടെ നെടുങ്കണ്ടം എന്ന് പറയുന്ന ഇടുക്കി രൂപതയുടെ പള്ളിയിൽ ഓശാന കർമ്മത്തിനായിട്ട് പോയി. 1800 കുടുംബങ്ങളിലുള്ള ഇടുക്കി രൂപതയിലെ ഒരു ബൃഹത്തായ ഇടവകയാണ്. അത് ഈയിടെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദൈവാലയമായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് ഓശാന പ്രദക്ഷിണത്തിന് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല. അതുപോലെ ജനക്കൂട്ടമാണ്.
8,000 ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വികാരിച്ചൻ പറഞ്ഞത്. കാരണം 8,000 പേർക്കന്ന് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഈ 8,000 പേരുടെ ഇടയ്ക്ക് കൂടെയായിരുന്നു കാർമികനും മറ്റു വൈദികരും എല്ലാവരും പ്രദക്ഷിണത്തിന് ദേവാലയത്തിൻ്റെ കവാടത്തെങ്കിലേക്ക് പോയത്. അതുപോലൊരു ജനക്കൂട്ടം. അങ്ങനെ ഒരു ജനക്കൂട്ടം ഇങ്ങനെ സംഘടിച്ച് നിൽക്കുന്ന ഒരു ഭവനത്തിലാണ് ഈ തളർവാദ രോഗിയും കൊണ്ടുവരുന്നത്. എന്നാൽ അവരതിൻ്റെ പേരിൽ എന്നാൽ പോട്ടെ, നമുക്ക് ഇവിടെ കടത്താവിനെയും നാഥനെ ഇറങ്ങി വരുമ്പോൾ കാണട്ടെന്നൊന്നുമല്ല അവർ ചിന്തിച്ചത്. വിശ്വാസമുള്ളവന് ജീവിതത്തിൽ എപ്പോഴും ഒരു പോംവഴി കാണാൻ സാധിക്കും. അവരുടെ ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് അവനെ കീഴോട്ട് ഇറക്കി. ഇത് കണ്ട കർത്താവ് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ ആ തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലുള്ള സംഭവങ്ങളാണ് ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഉദ്ധതനായ മിശിഹായിലുള്ള നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നതിന്, അതിനെ കൂടുതൽ ആഴപ്പെടുത്തുന്നതിന് ഉപകരിക്കുന്ന സുവിശേഷ സംഭവങ്ങൾ നമ്മൾ കേട്ടു. ജൈറോസിൻ്റെ മകളുടെ കാര്യം അടുത്ത ദിവസം ഉണ്ടായിരുന്നു. ശതാധിപൻ്റെ ഭൃത്യൻ്റെ കാര്യം ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആഴമായ വിശ്വാസതയുണ്ട്. പിന്നെ രക്തസ്രാവമുള്ള സ്ത്രീയുടെ സംഭവമുണ്ടായിരുന്നു. അപ്പോഴാ സ്ത്രീ വിചാരിച്ച എന്താണ്, കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ ഞാനൊന്ന് തൊട്ടാൽ മതി, ഞാൻ തീർച്ചയായിട്ടും സുഖം പ്രാപിക്കുമെന്ന്. ഇതുപോലൊരു ഇതിൽ കവിഞ്ഞൊരു വിശ്വാസം വേണം. ജൈറോസ് ശതാധിപനാണ്, യഹൂദനല്ല. അയാൾ പറയുകയാണ്, ഞാൻ വന്ന് നിൻ്റെ മകളെ സുഖപ്പെടുത്താമെന്ന് ഈശോ പറഞ്ഞപ്പം പറയുകയാണ്, അങ്ങൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല. നോക്കുക എത്ര വിനയഭാവം. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ മകൾ സുഖം പ്രാപിക്കും. ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരുവന് പോലും ഇല്ലെന്ന് ഈശോ പറയുകയാണ്. എന്നിട്ട് ആ ശതാധിപൻ്റെ മകളെ കർത്താവ് സുഖപ്പെടുത്തി. കർത്താവ് അവൾ സുഖം പ്രാപിച്ചിരിക്കുന്നു പറഞ്ഞ നിമിഷം തന്നെ അവൾ സുഖം പ്രാപിക്കുകയും ചെയ്തു. അതാണ് വിശ്വാസമുള്ളവർക്ക് ഒരു പോംവഴിയുണ്ട്. നമ്മളൊരിക്കലും അത് മറക്കരുത്. ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കേട്ടു, ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ സിറിൽ 40-ാം കളയച്ചൻ വിശ്വാർവന അർപ്പിച്ച സമയത്തോ മറ്റോ നേരെ പുറകോട്ടങ്ങ് മറിഞ്ഞു വീണു. പക്ഷേ ദൈവം കാത്തതുപോലെ അല്പം പരിക്കോടുകൂടി അദ്ദേഹം എഴുന്നേറ്റ് വന്നു. അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ച് സുഖപ്പെടുത്താൻ സാധിക്കും. ഇപ്പം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുമായിരിക്കും ഇത് എപ്പോഴും സാധ്യമാണെന്ന്. ഏതായാലും അത് സംഭവിച്ചു. നമ്മുടെ ഗ്ലാഡ്വിൻ തന്നെ ബ്രദർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ അപകടം മുതൽ വാസ്തവത്തിൽ ഒത്തിരിയേറെ ഉള്ളുരുകി പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ്. കാരണം ആ ബ്രദറിനെക്കുറിച്ച് ഈ രൂപതയിലെ അച്ഛന്മാരിൽ നിന്നും പെരുന്തോട്ടം പിതാവിൽ നിന്നുമൊക്കെ ഞാൻ നേരിട്ട് കേട്ടു. അപ്പോൾ ഞാനും എൻ്റെ സെക്രട്ടറീസിനുമൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. ഏതായാലും അദ്ദേഹം സുഖപ്പെട്ടു വരികയാണ്. ഇനി അല്പം ഏതാണ്ട് മാറാനുള്ളൂ. അത്ഭുതകരമായ ഒരു സൗഖ്യമാണ്. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെയും ഈ രൂപതയിലെ വൈദിക വിദ്യാർത്ഥികളുടെയും അദ്ദേഹത്തെ അറിയുന്ന വൈദികരുടെയും ഒക്കെ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയതുപോലെയാണ് നമ്മുടെ ഗ്ലാഡ്വിഡിനെ സുഖപ്പെടുത്തിയിരുന്നത്. ഇതൊക്കെ നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ് പ്രിയമുള്ളവരെ. ഇതിലെല്ലാം നമ്മുടെ വിശ്വാസം നാം സമർപ്പിക്കണം. നമുക്ക് തോന്നും ചില സംഭവങ്ങളൊന്നും ദൈവത്തിന് പോലും അസാധ്യമാണെന്ന്. അവിടത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം നടത്തി കഴിഞ്ഞാൽ കർത്താവ് നമ്മെ രക്ഷിക്കും. രക്ഷയുടെ അനുഭവം നമുക്ക് നൽകുമെന്നുള്ള സംശയമില്ല. അവർ ആ മേൽക്കൂട് പൊളിച്ചിറക്കി ആ വിശ്വാസം പ്രകടിപ്പിച്ചില്ലെങ്കിൽ ആ അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചാൽ പോലും അവർക്ക് ഫലമില്ല. പുനരുജ്ജീവനങ്ങൾ കർത്താവ് നടത്തുന്നുണ്ടല്ലോ. ജൈറോസിൻ്റെ മകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നായിനിലെ വിധവയുടെ മകൻ്റെ, ബഥാനിയയിലെ ലാസറിൻ്റെ, ഇവരെല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് വന്ന് ജീവിച്ചു മരിച്ചവരാണ്. കർത്താവിൻ്റെ ഈ അത്ഭുതകരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എതിരാളികളായ ഫരിസേയ പ്രമാണികളെയും നിയമാധ്യാപകരെയും അതുപോലെ തന്നെ പുരോഹിത പ്രമുഖരെയും ഒക്കെ ചൊടിപ്പിച്ചത്. കാരണം അവർ വിഭാവനം ചെയ്യുന്ന ഒരു മതമുണ്ട്. ആ യഹൂദ മതത്തെ ഇവൻ തകർത്ത് കളയും. കാരണം ലാസറിനെ പുനരുജ്ജീവിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അനേകം യഹൂദർ കർത്താവിൽ വിശ്വസിച്ചെന്നാണ് പറഞ്ഞത്. അനേകം യഹൂദർ.
എന്നിട്ട് അവർ ഗൂഢാലോചന ചെയ്ത് പറയുകയാണ്, ഇക്കണക്കിന് ഇവനെ വിട്ടാൽ നമ്മുടെ ജനത മുഴുവൻ അവൻ്റെ പിന്നാലെ പോകും, റോമാക്കാർ വന്ന് നമ്മുടെ രാജ്യം പിടിച്ചടക്കും എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ ഇളക്കി ആണ് കർത്താവിനെ പീഡാസഹനത്തിലേക്കും മരണത്തിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് യഥാർത്ഥമായ ഒരു വിശ്വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വരേണ്ട കാലഘട്ടമാണ് ഇത്. നാം വിചാരിക്കും നമ്മുടെ കഴിവുകൾ കൊണ്ട്, നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതെന്ന്. ഒരിക്കലും ഞാൻ ഹൈ റേഞ്ചിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് ഞാൻ പോയി തന്നെ വിട്ടതാണ്. രൂപതയിൽ നിന്ന് പട്ടം കെട്ടിക്കഴിഞ്ഞ് അധികം സമയമാകുന്നതിന് മുമ്പേ കൊച്ചുതോവാള എന്ന ഒരു പള്ളി നടത്താൻ പോയതാണ്. അപ്പോൾ അത് ഇതുപോലൊന്നും വികസിച്ച കൊച്ചുതോവാളയല്ല. 3.5-4 കിലോമീറ്റർ കട്ടപ്പന പള്ളിയിൽ നിന്ന് നടന്നാണ് പോയി ഞാൻ ആ വലിയ ആഴ്ച കർമ്മങ്ങൾ അവിടെ നടത്തിയത്. അപ്പോൾ അങ്ങനെ നടത്തി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പ്രദേശം കണ്ടപ്പോൾ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനോട് ഞാൻ ചോദിച്ചു, എത്ര മനോഹരമായിരിക്കുന്നു അല്ലേ നമ്മുടെ ആളുകളുടെ ഈ കൃഷിപ്പാടങ്ങളെല്ലാം എന്ന് പറയുന്നു. ദൈവം ഭയങ്കരമായി വളരെയേറെ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആ മനുഷ്യൻ എന്നോട് പറയാം, ദൈവം അനുഗ്രഹിക്കുന്നു, പക്ഷേ ഞങ്ങളുടെ കഷ്ടപ്പാട് പിതാവിന് അറിയത്തില്ലെന്ന്, ഞങ്ങളുടെ കഷ്ടപ്പാട് അച്ഛൻ അറിയത്തില്ലെന്ന്. ശരിയാണ്. പക്ഷേ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു വ്യത്യാസം. നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, അതാണ് വിശ്വാസം. നാം ആരും കൽപ്പിച്ചു കൂട്ടി തീരുമാനിച്ച് ഈ ലോക ജീവിതത്തിലേക്ക് വന്നവരാണോ? അല്ലല്ലോ. ഇന്ന വർഷം ഇത്രാം തീയതി ഞാൻ ജനിക്കണമെന്ന് പറഞ്ഞ് നമ്മളെവിടുന്നോ വന്നവരാണോ? അല്ലല്ലോ. ദൈവമല്ലേ നമുക്ക് മാതാപിതാക്കന്മാരിലൂടെ ജന്മം നൽകിയത്, നമ്മളെ സൃഷ്ടിച്ചത്, നമുക്ക് കഴിവുകൾ തന്നു, മാമോദീസായിലൂടെ പിന്നീട് നമ്മളെ ദൈവമക്കളാക്കി, ഇങ്ങനെ വളർത്തിയെല്ലാം കൊണ്ടുവന്ന് ഇരിക്കുന്ന ദൈവത്തിൽ സർവവുമായിരിക്കുന്ന നമ്മൾ ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചാൽ ശരിയല്ല. പക്ഷേ നമ്മൾ പ്രവർത്തിച്ചേ തീരൂ. കാരണം ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം നമ്മൾ സ്വന്തമാക്കി ആ ദാനങ്ങളെക്കുറിച്ചുള്ള അഭിമാനബോധത്തോടു കൂടി അത് വളർത്തി പരിപോഷിപ്പിച്ച് നമ്മൾ സന്തോഷിക്കണം. ചില കുടുംബങ്ങളിൽ ചെല്ലുമ്പോഴത്തേക്ക് മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ച്, കൊച്ചുമക്കളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് പ്രകാശിതമാകുന്ന ആ ഒരു സംതൃപ്ത മനോഭാവം ഞാൻ പലപ്പോഴും ആസ്വദിച്ചിട്ടുണ്ട്. കാരണം അവർ ആ ദൈവകൃപയെക്കുറിച്ചുള്ള അഭിമാനബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവർ വളരെയേറെ അധ്വാനിച്ചാണ്. അതുപോലെ തന്നെ 2 മക്കൾ ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ, അങ്ങനെയുള്ള അങ്ങനെയുള്ള കുട്ടികളെ പറ്റി പറയുന്നത്. ബുദ്ധിവികാസമില്ല, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ 2 മക്കളേ ഉള്ളൂ, അവർക്ക് വേറെ മക്കളില്ല. ഈ 2 മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് പാലാരിവട്ട ഇടവകയിൽ അറിയാം, എറണാകുളത്ത്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ദേവാലയത്തിൽ വരുമ്പോഴെല്ലാം ഞാൻ അവരെ പ്രത്യേകം വിളിക്കാറൊക്കെ ഉണ്ട്. ആ കുഞ്ഞുങ്ങളുടെ പേരൊന്ന് വിളിച്ചാൽ മതി, ആ ഒരു സൂര്യപ്രകാശം എങ്ങനെ വരുന്നു എന്ന് പറഞ്ഞതുപോലെ അവരുടെ മുഖത്തു നിന്ന് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പരസ്പരം അംഗീകരിച്ച് ദൈവത്തിൽ വിശ്വസിച്ച് സഹോദരന്മാരിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുക. വിശ്വാസത്തിൽ നിന്ന് വരുന്ന വിശ്വസ്തത, അത് ദാമ്പത്യ ജീവിതത്തിൽ, അതിനാണല്ലോ ദാമ്പത്യ വിശ്വസ്തത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടുംബങ്ങളിലെ പരസ്പരമുള്ള ബന്ധങ്ങളിലെ വിശ്വസ്തത, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ളത്, മക്കളും മാതാപിതാക്കന്മാരോടുള്ളത്. അതുപോലെ തന്നെ കുടുംബങ്ങൾ പരസ്പരമുള്ളത്. നമ്മുടെ ബിസിനസ്സുകളിലൊക്കെ നമ്മൾ പരസ്പരം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പോകുന്നത്. എത്രയോ നമ്മുടെ സഹോദരന്മാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ട് കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ കൂട്ടത്തിൽ ഷെയർ ഉണ്ടായിരുന്ന സഹോദരൻ കബളിപ്പിച്ചു എന്ന് പറഞ്ഞൊക്കെ ദുഃഖിച്ച് കഴിയുന്നവർ. അങ്ങനെ സർവ്വതും നശിച്ചു വന്നിട്ടുള്ള ഒരു 5-8 കുടുംബങ്ങളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അതിലേറെയാണല്ലോ അങ്ങനെയുള്ള കുടുംബം. ഇത് വിശ്വസ്തയുടെ കുറവാണ്. ദൈവത്തിൽ വിശ്വാസമില്ല, നമ്മുടെ നേട്ടത്താലെല്ലാം സാധിക്കുന്നുവെന്നോ. അതുപോലെ തന്നെ നാം ഒരിക്കലും ദൈവത്തെ ബന്ധിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ നേട്ടങ്ങൾ കൊണ്ട് നമ്മൾ ചിലപ്പം ചിന്തിച്ചു പോകും, ഞാൻ 9 ദിവസം നൊവേന നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം എനിക്ക് തന്നേ തീരൂ എന്നുള്ള മട്ടിൽ. ദൈവത്തോട് ശാഠ്യം പിടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. വിശുദ്ധരായ ആളുകൾ ശാഠ്യം പിടിച്ചിട്ടുണ്ട്. ബെനഡിക്റ്റ് പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്, സഭയിൽ പ്രശ്നങ്ങൾ കൂടിയപ്പോൾ ഒരു ദിവസം ബെനഡിക്റ്റ് പാപ്പ കർത്താവിനോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഇതെൻ്റെ ജോലിയൊന്നുമല്ലല്ലോ, അങ്ങയുടെ ജോലിയാണല്ലോ, പിന്നെ എന്നെ തന്നെ ഇങ്ങനെ ക്ലേശിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് പ്രാർത്ഥിച്ചു.
ബാലിശമായ പ്രാർത്ഥനയെന്ന് തോന്നും. പക്ഷേ കർത്താവ് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പരിഹാരമായിട്ടൊരു മാർഗം ഒന്ന് തെളിഞ്ഞു കിട്ടി. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമനുസരിച്ച് നമുക്ക് ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ആഴമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ചഞ്ചലമായ വിശ്വാസത്തോടു കൂടി നമ്മൾ പോകരുത്. ചഞ്ചലമായ വിശ്വാസമുള്ളവർക്കൊന്നും നേടാൻ സാധിക്കില്ല. കർത്താവ് തന്നെ സ്നാപകയോഹന്നാനെക്കുറിച്ച് ചോദിക്കുന്നില്ലേ, നിങ്ങൾ എന്ത് കാണാനായിട്ടാണ് മരുഭൂമി പോയത്? കാറ്റത്താടുന്ന ഞാങ്ങണയോ? സ്നാപകയോഹന്നാൻ കാറ്റത്താടുന്ന ഞാങ്ങണയായിരുന്നില്ല. നിശ്ചിതമായിട്ട് ദൈവത്തിൻ്റെ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ടവനാണെന്നും അതിന് വില കൊടുത്തവനാണെന്നും കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ധീരത വിശ്വാസത്തിൽ നിന്ന് വരുന്നത് നമുക്കുണ്ടാകണം. നിങ്ങളുടെ നിശ്ചയദാർഢ്യം, ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഈ ദേവാലയം പണിയുന്നതിന് സഹായകമായി തീർന്നതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെക്കുറിച്ചും നിങ്ങളുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചുമെല്ലാം പ്രിയമുള്ളവരെ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കുക. രോഗങ്ങൾ വരുന്നു, തീരാരോഗങ്ങൾ വരുന്നു. ഇത് സൗഖ്യം പ്രാപിക്കേണ്ടതാണെങ്കിൽ കർത്താവെ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം ഞാൻ കൊച്ചച്ഛനായിരുന്നപ്പോൾ, ഇന്നത്തെക്കാൾ പോഷനായിരുന്നു അന്ന്, ഞാൻ ആശുപത്രി ചെന്നപ്പോൾ ഒരു സിസ്റ്റർ, നല്ലൊരു സിസ്റ്റർ, എനിക്ക് പരിചയമുള്ള സിസ്റ്ററാണ്, വളരെ ഗുരുതരമായ രോഗം പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ സിസ്റ്ററിനെ സന്ദർശിച്ച് സംസാരിച്ചതിന് ശേഷം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം, അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ആ സിസ്റ്റർ പറയുക, അസുഖം മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കേണ്ട, ദൈവഹിതം എന്താണോ അത് എന്നിൽ നിറവേറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന്. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പിന്നീട് ചിന്തിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി, സിസ്റ്റർ പറഞ്ഞതാണല്ലോ ശരി. ദൈവഹിതം അനുസരിച്ച് നമ്മിൽ കാര്യങ്ങൾ നടക്കട്ടെ. രോഗം സൗഖ്യമാകാനും അതുപോലെ തന്നെ മറ്റു വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ജോലി, അവരുടെ വിദേശത്ത് പോകാനുള്ള ആഗ്രഹം, നമ്മുടെ നെൽപ്പാടങ്ങളിലെ കൃഷി. ഞാൻ ഈ ഇടയിലും പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. സെക്രട്ടറി അച്ഛനോട് ഞാൻ ഇടതടവില്ലാതെ പറയുമായിരുന്നു, നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ കുട്ടനാട്ടിൽ ഉടനെ പെയ്യരുതെന്ന് പ്രാർത്ഥിക്കണമെന്ന്. കാരണം ഞാൻ ഇതിലൂടെ പോയപ്പോൾ കണ്ടല്ല, നെല്ലെല്ലാം വിളഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മെഷീൻ കൊണ്ടാണ് കൊയ്യുന്നത്. അപ്പോഴേക്കും മഴ വന്ന് ഇതെല്ലാം അടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്തെങ്ങനെയാവും? ആകെപ്പാടെ വലിയ നഷ്ടമാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിതെല്ലാം ഈ കിഴക്കനായിട്ടുള്ള സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു, അദ്ദേഹത്തിനൊന്നും മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പറഞ്ഞു, അതുകൊണ്ട് കുട്ടനാടൻ പ്രദേശത്ത് മഴ പെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കും. അവർ കുറച്ച് ചൂടൊക്കെ അനുഭവിക്കട്ടെ, പക്ഷേ ഈ നെല്ല് കൊയ്ത് കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സർവസ്വവും വയലുകളിലിട്ട് അധ്വാനിച്ച് ക്ലേശിച്ച് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഈ ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1/3 ഒരുപക്ഷെ അതിൽ കൂടുതലായിരിക്കാം ഈ കുട്ടനാടായിട്ട് ദൈവം തന്നതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ പെരുന്തോട്ടം പിതാവിനോട് പറയാറുണ്ട്. കാരണം പിതാവ് ചോദിച്ചാൽ എന്താ പിതാവ്? അതായത് ഇവിടുത്തെ ജനങ്ങളുടെ അധ്വാനം, ഇവിടുത്തെ ജനങ്ങളുടെ ദൈവത്തിലുള്ള ആശ്രയത്വം. ഇവിടെ വെള്ളം എത്ര പൊങ്ങിയാലും ഇവിടെ ഉള്ളവർ പൊങ്ങുകയില്ല, ഇവിടെ ഉള്ളവരെങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടും. 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു ക്രൈസ്തവ സഹോദരനോ സഹോദരിയോ ഒരു കുഞ്ഞോ വെള്ളത്തിൽ നഷ്ടപ്പെട്ടില്ലല്ലോ. എങ്ങനെയാണ് അത് സാധിച്ചത്? നിങ്ങളുടെ ടോറസ് ലോറികളെല്ലാം സംസാര വിഷയമായിരുന്നു അന്ന് കേരളത്തിൽ. അപ്പോൾ ഇതുപോലെ വിശ്വാസത്തോടുകൂടി, തീഷ്ണതയോടുകൂടി, പരസ്പരമുള്ള സമർപ്പണത്തോടുകൂടി, കർത്താവിലുള്ള ആശ്രയത്വത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോകണം. ഇത് തന്നെയാണ്. ഇപ്രകാരം നമ്മുടെ കഴിവുകൾ, താലന്തുകൾ വികസിച്ച് ദൈവം സന്തോഷിക്കണം. നമ്മുടെ ആത്മീയമായ വരങ്ങളും ദാനങ്ങളും എല്ലാം ആത്മാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ പ്രയോജനപ്പെടുത്തണം. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്ന 12 ഇല്ലേ? 9 പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് വേദപാഠത്തിൽ മനഃപ്പാഠം പഠിക്കേണ്ട ഒരു കാര്യമാണത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. അതിൻ്റെ കൂട്ടത്തിൽ 3 അത് 9, ആ 3 കൂട്ടി സഭയിലെ മറ്റ് തിരുവചന ഭാഗങ്ങളിൽ നിന്ന് അതാണ് സഹനശക്തി, ദൈവഭയം, അടക്കം. അങ്ങനെ 12 ഫലങ്ങളുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ. ഈ 12 ഫലങ്ങളിൽ ഒരു അഭ്യസനം കിട്ടിയാൽ നിങ്ങളെല്ലാവരും നാമകരണം ചെയ്യപ്പെടേണ്ട വിശുദ്ധരായിത്തീരും.
യാതൊരു സംശയവുമില്ല. നാം എല്ലാവരും ഈ 12 ഫലങ്ങൾ നമ്മളിലൂടെ പ്രകടിപ്പിക്കാനുള്ള ഒരു നിഷ്ഠയിലാണെങ്കിൽ 9 പൗലോസ്ലീഹ പറഞ്ഞതും മറ്റ് തിരുവചന ഭാഗങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ഞാൻ പറഞ്ഞ സഹനശക്തി, ദൈവഭയം അടക്കം കൂടെ ചേർത്തുള്ള 12 ഫലങ്ങളും നമ്മൾ പുറപ്പെടുവിക്കാനായിട്ട് ദൃഢപ്രതിജ്ഞ എടുത്താൽ അത് നമ്മൾ സിസ്റ്റേഴ്സിനെയും സമർപ്പിതരായ വൈദികരെയും ബ്രദേഴ്സിനെയും മെത്രാന്മാരെയും ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരും ഇതെല്ലാം അക്ഷരശ പാലിച്ചാൽ അവരും നമ്മളെല്ലാവരും വിശുദ്ധരായിത്തീരും. ആത്മാവിലുള്ള നമ്മുടെ ദൈവ സാന്നിധ്യവും പ്രവർത്തനവുമാണ് നമ്മുടെ വിശുദ്ധി. പൗലോസ്ലീഹ പറയുന്ന പോലെ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വിശ്വാസ പ്രഖ്യാപനമാണതെന്നറിയാമോ? ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. നമ്മൾ പാടാറുള്ളതാണ് ഈ കരിസ്മാറ്റിക് ധ്യാനത്തിലൊക്കെ. പാടിയുണ്ടായില്ല, നമ്മുടെ ജീവിതത്തിൽ അത് അന്വർത്ഥമാകണം. മീശിഹായാണ് എൻ്റെ സർവസ്വവും, ദൈവത്തിലാണ് എൻ്റെ ആശ്രയം, ആത്മാവാണ് എൻ്റെ ശക്തി എന്നുള്ള ആ വിശ്വാസബോധത്തിൽ നമ്മൾ വളർന്നു വന്നാൽ ഈ തിരുവചനം തന്നെ നമുക്ക് ശക്തിദായകമായി തീരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. പൗലോസ് പറയുന്നത് പോലെ എനിക്ക് ജീവിതം ലാഭവും മരണം നേട്ടവുമായി. ജീവിതം എങ്ങനെ ലാഭമാകുന്നു? 1 വർഷം കൂടെ കിട്ടിയാൽ, ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോഴത്തേക്ക് ഒരു വൈദിക സഹോദരനെ കണ്ടു, പുതുപ്പള്ളിയിൽ CMI അച്ഛൻ, വലിയ പ്രസിദ്ധനായ വൈദികനൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? 94. ദൈവം അനുഗ്രഹിച്ചല്ലോ അച്ഛൻ, ഇത്രയല്ല ഒരു 10-15 വർഷം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ എൻ്റെ ആഗ്രഹം. തമാശ പറഞ്ഞു. പക്ഷേ അതാണ്, ഓരോ വയസ്സും ഓരോ ദാനമാണ്. അപ്പോഴിങ്ങനെയുള്ള ദീർഘായുസ് നമുക്ക് നൽകുന്നത്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പുരുഷായുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. നിങ്ങൾ ഈ പ്രായമായവരൊന്നും പേടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. എനിക്കും 79 തികയാൻ പോവുക, അല്ല അതെ 79 ആകാൻ പോവുക. അപ്പോഴേക്ക് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സങ്കീർത്തകൻ്റെ ഈ വചനം 90-ാം സങ്കീർത്തനത്തിലുണ്ട്. കുട്ടികൾ വായിക്കണമെന്നില്ല, മുതിർന്നവരെല്ലാം ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. ഈ 80 സങ്കീർത്തകനെ അനുസരിക്കാത്തവരെ ദൈവം തന്നെ നേരിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കണം. 80 കഴിഞ്ഞ് ജീവിക്കുന്നവർ കൂടുതൽ സൂക്ഷിക്കണം. ദൈവത്തിൽ മാത്രം ശരണം വെച്ച് ജീവിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പം വിശ്വാസമാണ് സർവസ്വം എന്ന് നമ്മൾ പറഞ്ഞു വന്നത്. പൗലോസ്ലീഹായ്ക്ക് മരണം നേട്ടമായി തീരുന്നത് കർത്താവിനെ പ്രാപിക്കാമെന്നുള്ള ഒരു ആഗ്രഹമായി. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഈ വീക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുലർത്താനായിട്ട് ഈ തിരുനാൾ കൂടുതൽ ഉപകരിക്കട്ടെ. നാളെ തിരുനാളിൻ്റെ മുഖ്യ ദിനമാണ്. ബഹുമാനപ്പെട്ട ബിജു കറുകയിലച്ചൻ എന്താ പറയുന്നത്, തിരുനാൾ നടത്തുന്ന പ്രസിദ്ധ ഹിന്ദിമാരുടെ കുടുംബ വൈദികനാണ്. അപ്പോൾ അദ്ദേഹം റാസ നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും അതിലും സജീവമായിട്ട് നിങ്ങൾ പങ്കെടുക്കും. അവസാനമായിട്ടൊരു അഭ്യർത്ഥന, എറണാകുളം കമല അതിരൂപതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവിടുത്തെ വൈദികർക്ക് വേണ്ടി പ്രത്യേകിച്ചും എളിയവനായ എനിക്ക് വേണ്ടിയും, അതുപോലെ തന്നെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അതിരൂപതയിലെ അഡ്മിനിസ്ട്രേറ്ററുടെയും പ്രവർത്തന ഫലമായിട്ട് അവരുടെ സമാധാനമുണ്ടാകുന്നതിനും സഭയുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടുന്നതിനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെയും നിങ്ങളാരും നിരാശപ്പെടരുത്. ഇത് എത്ര നാളായി, ഈ മെത്രാന്മാരൊക്കെ എന്നെ എടുക്കുക, ഒന്നും പറയണ്ട. എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും. ചിലതൊക്കെ കാലതാമസം ഉണ്ടായേ തീരത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമുക്ക്, എനിക്കറിയാം ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് 20 വർഷം കാത്തിരുന്ന ഒരു ദമ്പതികൾക്ക് ഒരു മകനുണ്ടായി. അവർ വളരെയേറെ സന്തോഷിച്ചു. ഞാൻ പറയുന്ന രണ്ടാമത്തെ ഭാഗം നിങ്ങളെ വാസ്തവത്തിൽ വേദനിപ്പിക്കും. 19-ാമത്തെ വയസ്സിൽ ആ മകൻ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. അടക്കത്തിന് ഞാൻ പോയിട്ട് എനിക്കൊരു വാക്ക് പറയാൻ പോലും വളരെ പ്രയാസമായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ഞാൻ അപ്പനെ കണ്ടപ്പോൾ അപ്പം പറയുകയാണ്, ജോബ് പറയുന്ന പോലെ തന്നെ ഞാനും പറയുകയാണ്. ഞാൻ തക്കലയിലെ ബിഷപ്പായിരുന്നു. പിതാവേ, ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന് എത്രയേ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് ഈ 19 വർഷം എന്തോ ഒരു സന്തോഷം സംതൃപ്തിയാണ് കർത്താവ് തന്നത്. അതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇതാണ് വിശ്വാസത്തിൻ്റെ മനോഭാവം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതിനെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഒരു ശക്തമായ വിശ്വാസം
നമുക്കെല്ലാവർക്കും ഉണ്ടാകാനായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞാനിതിൽ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശുദ്ധരുടെ മാതൃക അനുകരിച്ച് അനുദിന ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും സമചിത്തതയോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിത്യാനന്ദവും അവർണ്ണനീയ അനുഗ്രഹങ്ങളും മനുഷ്യരുടെ ജീവനും നൽകി വിശുദ്ധരെ അനുഗ്രഹിച്ച മിശിഹായെ സ്വർഗ സൗഭാഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ മാർഗം പിച്ചെന്ന ഞങ്ങളുടെ മധ്യസ്ഥന്റെ മാതൃക അനുകരിച്ച് വിശ്വാസത്തിൽ ആഴപ്പെടാനും വിശുദ്ധിയിൽ വളരാനും വരം നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്തരായ ദാസരെ പോലെ അങ്ങ് നൽകിയ താലന്തുകളെ പ്രയോജനപ്പെടുത്താനും വർദ്ധിപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ഇടവക മധ്യസ്ഥന്റെ പ്രാർത്ഥനയാൽ ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തിരു സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സമൂഹത്തിന്റെയും തലവനായ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോളിത്തായും ഞങ്ങളുടെ മേൽദക്ഷിണ പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോളിത്തായും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ ശ്രവിക്കണമേ. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മയാചരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാൽ അങ്ങയുടെ കൃപയ്ക്ക് ഞങ്ങൾ അർഹരാകുകയും നിത്യാനന്ദത്തിൽ പങ്കുകാരാകുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേലങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷയാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. നീതിമാന്റെ സ്മരണ നിത്യം നിലനിൽക്കും. നാഥനോടൊപ്പം നിന്നിൻ സ്മരണകളി സഭയിൽ നിത്യം സമ്പൂർണം എളിമയോടെ നീ മിശിഹാ
കൈക്കൊള്ളു. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും ഔസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനം ഈ ബലിയിൽ ആദിയിലെ പോലെന്നേക്കും ആമേൻ ആമേൻ. സുതനുടെ പ്രേഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തിയെ വീക്ഷിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും നമ്മുടെ കൂടെ ബലവാനാ കർത്താവിന്നേക്കും. രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതരായിടുവ തിരുസന്നിധിയിൽ ഹൃദയങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ ഓതാൻ നിത്യം വാഴ്ത്തിയിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദ്യജാതനും ഞങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനും കൂടെ സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവാഴ്ത്തപ്പെട്ട് മരിക്കുകയും സംസരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
അവിടുന്ന് സ്വർഗ്ഗത്തിലേക്കിരുന്നേ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രീകവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലൂടെ മാമോദീസായി ശരീരത്തിന്റെ ഉയർപ്പും വിധിയായുസ്യങ്ങളേറ്റപ്പെടുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ എന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലം നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും ഭാവികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ശക്തനായ ദൈവം ബലഹീനനായ എന്നെ ദയാവരം സഹായിക്കണമെന്ന് തൃത്വത്തിന്റെ നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദനായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇത് അങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാദൻ സഹവാസവും നമ്മോടൊത്തുണ്ടാകട്ടെ. ദൈവമേ ആരാധ്യൻ രാജാവേ
ന്യായവുമാണത് ന്യായവുമാണത് സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കുറവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനോട് മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനോട് മഹിമകളാ. ഉന്നത നീതി ഓശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ. വീണ്ടും വരുവോനും ധന്യൻ ഉന്നത കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരത്വത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ഈ ദാസം അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ.
കൃതജ്ഞതാസ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ തലവനും പിതാവുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളുമാകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപുറം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യനായ എനിക്കും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായ അങ്ങ് അയച്ചെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, പാപമാലിന്യങ്ങൾ കഴി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താൽ എന്നെ പൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ല ഇടയാണ്. എനിക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതനാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശാപുറം കാത്തിരിക്കുന്ന ഈ ജനത്തെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതരാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കലറയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശ്വരൻ ശിക്ഷരെ അറിയിച്ച ദൈവരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാന്തമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിവചനങ്ങളോടെ സമീപിക്കാം. അനുനാമത്തോളമാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ പിന്തിരിഞ്ഞും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും പിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന്
നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കുമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്ദിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നിയേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. കൃഷ്ണാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരുക പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നിന്റെ ഓർമ്മദിനം മഹത്വപൂർണ്ണമാകുന്നു. നിന്റെ മരണം അതിലേറെ ധന്യമാകുന്നു. സമാധാനം വിതയ്ക്കുന്ന പ്രഘോഷക, മഹത്വത്തിന്റെ സിംഹാസനം നിനക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായി നിന്റെ ബഹുമാനത്തിനായി അത്യുന്നതങ്ങളിൽ നിശ്ചയമുകുടം നിറയുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, സ്വാമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരനെ, വിശുദ്ധന്റെ ഓർമ്മദിനത്തിൽ സകലത്തിന്റെയും കർത്താവായ പുത്രന്റെ അമൂല്യമായ ശരീരവും ജീവദായകമായ രക്തവും സ്വീകരിച്ച് സ്തുതി പാടിടുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് തന്റെ ബലിപീഠത്തിൽ വിശുദ്ധന്റെ ഓർമ്മ ആലേഖനം ചെയ്തു.
എല്ലാം മറന്നു ഞാൻ തീരി നേരം ഇവിടെ ഇരുന്നോട്ടെ. എന്നുള്ളിലെ പള്ളി തന്നെ താരേ എനിക്കായി മുറിയുന്ന എന്റെ ദൈവം എൻ പൂജ്യമായി ഇറങ്ങി വന്നീ നിമിഷം കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. എല്ലാം മറന്നു ഞാൻ നിത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ. എന്നുള്ളിലെ പള്ളിതങ്ങൾ താരേ നിഴലായി കൂടെ ഇടനെഞ്ചിനായി ഇടമൊന്നു നൽകി ഇടയനായി മാറും നീ വേദിയിൽ. ഇരുളുന്ന വഴികളിൽ നിഴലായി കൂടെ ഇടനെഞ്ചിനായി ഇടമൊന്നു നൽകി ഇടയനായി മാറും വേദിയിൽ. കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. എല്ലാം മറന്നു ഞാൻ നിത്തിരി നേരം ഇവിടെ ഇരുന്നോട്ടെ. എന്നുള്ളിലെ പള്ളിതങ്ങൾ താരേ തളരുന്ന വേളകളിൽ തണലായി മാറിയവൻ ആത്മാവിനായി ആശ്വാസമേകി അരുമയായി അരികിൽ ചേർക്കൂ. തളരുന്ന വേളകളിൽ തണലായി മാറിയവൻ ആത്മാവിനായി ആശ്വാസമേകി അരുമയായി അരികിൽ ചേർക്കൂ. കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. കാത്തിരിക്കും ദൈവം കൂട്ടിരിക്കും കൂടെ വരും എന്നും കുർബാനയായി. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിൽ നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്ക് നിദാനമാകട്ടെ.
സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദൈവരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഞങ്ങളുടെ രാജാവായ മിശിഹായേ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസലരുടെയും കടകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനുവിശ്വാസത്തോടെ നിലനിൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോട് സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുവാനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. തിരുസഭയാകും ഭവനത്തിൽ സുതരായി നമ്മെ ഉയർത്തിയിടും. ആദനെ വാഴ്ത്താം സാമോദം. മധ്യസ്ഥർ വഴി അനുദിനവും മാതൃക നൽകും തിരുനാഥൻ. കൃപയും കരുണയും അനവരതം നിങ്ങളിലെന്നും ചൊരിയട്ടെ. ഏകശരീരം പോലെന്നും സ്നേഹത്തിൽ നിലനിന്നിടാൻ പാവനറൂഹ അനുദിനവും നിങ്ങളോടൊത്തു വസിക്കട്ടെ. ജീവനും തിരുസ്ലേവായ
സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആ